സതീശൻ പിണറായിയായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്തായിരുന്നു പിണറായി വിജയൻ്റെ സവിശേഷമായ ഒരു ക്വാളിറ്റി? കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലാണ് എല്ലാ മന്ത്രിമാരും. പക്ഷേ ഏതു വകുപ്പിൽ എന്തു നടക്കണമെന്ന് തീരുമാനിച്ചിരുന്ന പിണറായിയാണ്. എന്ത് കച്ചവടം ഉണ്ടെങ്കിലും അതിൻ്റെ പങ്ക് തനിക്ക് കിട്ടണം എന്നുള്ള ഒരാളുടെ വാശി പോലെയായിരുന്നു കേരള സർക്കാരിലെ എല്ലാ വകുപ്പുകളിലും പിണറായി വിജയൻ തന്നെക്കാൾ വളരെ ഇൻഫീരിയറായ, ക്വാളിറ്റി കുറഞ്ഞ, കഴിവ് കുറഞ്ഞ ആളുകളെ വെച്ചിട്ട് ആ വകുപ്പുകളിലൊക്കെ കൈയിട്ട് മാന്തി 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 കേരളം മുടിച്ച 10 വർഷക്കാലം. സതീശൻ ഉറപ്പായും പിണറായി വിജയൻ്റെ വഴിക്കാണ്. അതുമാത്രമല്ല, വി ഡി സതീശൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഭീഷണി ഉയർത്താൻ പറ്റുന്ന ഒരു കക്ഷി ഉണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് മുസ്ലിം ലീഗ് എന്നാണ്. സത്യത്തിൽ അങ്ങനൊന്നും അല്ല കേട്ടോ. 102 എം എൽ എമാരുണ്ട് യു ഡി എഫിന്. 102 എം എൽ എമാരിൽ 22 എം എൽ എമാരെ ലീഗിനുള്ളൂ. ആ 22 പോയാലും നല്ല ഒന്നാന്തരമായി അന്തസ്സായി കേരളം ഭരിക്കാൻ പറ്റുമെന്ന് സതീശന് നല്ല ബോധ്യമുണ്ട്. പിന്നെ ലീഗിന് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം വയനാട് ചൂണ്ടിക്കാണിച്ചിട്ട് ആങ്ങളെയും പെങ്ങളും പാർലമെൻറ്റ് കാണത്തില്ല എന്ന് പറഞ്ഞുള്ള വിരട്ടലുണ്ടല്ലോ, ആ വിരട്ടൽ നടത്താൻ പറ്റും. അതല്ലാതെ ലീഗിന് സതീശൻ ഒന്ന് തിരിഞ്ഞു നിന്നാൽ ലീഗിനൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. 5 വർഷവും സതീശൻ ഭരിക്കും. ഇത് നല്ല ബോധ്യമുള്ള ആളാണ് സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പ്രചണ്ഡമായ പ്രചരണം CPM-ൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നടന്നു. കേരളം ഭരിക്കാൻ പോകുന്നത് ജമായത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ചേർന്നാണെന്നുള്ള കാമ്പയിൻ, പ്രചണ്ഡമായ കാമ്പയിൻ CPM-ൻ്റെ എല്ലാ നേതാക്കന്മാരും നടത്തി. സത്യവുമാണത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് സതീശൻ. അതുകൊണ്ടാണല്ലോ ലോക ചരിത്രത്തിലായത് ആദ്യമായി മഹാഭൂരിപക്ഷം MLA-മാരും സതീശനെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടും സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. അങ്ങനെയാണ്. ഹൈക്കമാൻഡ് തീരുമാനിച്ചു KC വേണുഗോപാൽ എന്ന്. കേരളത്തിലെ MLA-മാർ ഭൂരിപക്ഷം പേരും തീരുമാനിച്ചു KC വേണുഗോപാൽ എന്ന്. എന്നിട്ടും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായില്ല. അതാണ് ലീഗിൻ്റെ കരുത്ത്, അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കരുത്ത്. പക്ഷേ ഇന്നത്തെ പത്രത്തിൽ, മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് സതീശൻ അഭിമാനത്തോടെ പറഞ്ഞു 1974 ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു. എന്താണ്? വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇന്ദിരാഗാന്ധി ചെയ്തത് 74. കാരണം ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു എല്ലാ മന്ത്രിമാരുടെ വകുപ്പിലും ഇടപെടാൻ ഞാൻ ഒരാളെ അങ്ങ് വെക്കും, അവർ തീരുമാനിക്കും കാര്യങ്ങൾ. അത് സതീശൻ നടപ്പാക്കി. ഒന്നാന്തരം ഒരു മനോഹരമായ പേരിട്ട്, മനോഹരമായ ഒരു വ്യാഖ്യാനവും കൊടുത്ത് നടപ്പാക്കി. എന്താണെന്നറിയോ? ധനകാര്യ ഉപദേഷ്ടാവ്. കേരളത്തിലെ എല്ലാ മന്ത്രിമാർക്കും ഒരു ധനകാര്യ ഉപദേഷ്ടാവ് ഉണ്ടാവും. ധനകാര്യമന്ത്രി കൂടിയാണല്ലോ സതീശൻ. അപ്പോൾ ധനകാര്യ ഉപദേഷ്ടാവിൻ്റെ ജോലി എന്താ? ധനകാര്യ ഉപദേഷ്ടാവിനൊരു പേരുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ. അങ്ങനെ കേരളത്തിലെ മൃഗസംരക്ഷണ വകുപ്പിൽ, ജലസേചന വകുപ്പിൽ, വ്യവസായ വകുപ്പിൽ, വകുപ്പുകളൊക്കെ പറയാം, അവിടെ നിൽക്കട്ടെ, എല്ലാ വകുപ്പിലും ഒരു ധനകാര്യ ഉപദേഷ്ടാവ്, ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടാകും. അയാൾ ഈ വകുപ്പിൻ്റെ ചെലവ് കാര്യങ്ങൾ പരിശോധിക്കും, പദ്ധതികൾ പരിശോധിക്കും. എന്നിട്ട് അയാൾ അതിൽ നോട്ട് എഴുതും. എന്നിട്ട് ധനകാര്യ വകുപ്പിലേക്ക് അയക്കേണ്ട കാര്യങ്ങൾ മാത്രം അയക്കും. അതിന് സതീശൻ പറഞ്ഞ വ്യാഖ്യാനം, ഇപ്പോൾ എല്ലാ ഫയലും ധനകാര്യ വകുപ്പിലേക്ക് വരുന്നുണ്ട്, അത് വലിയ പണിയാവുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ തന്നെ തീരുമാനിക്കട്ടെ, ഞാൻ ഒരാളെ അങ്ങ് വിട്ടേക്കാം. ആരുടെ ആൾ? ധനകാര്യ വകുപ്പിൻ്റെ ആൾ. ധനകാര്യ വകുപ്പ് ആരുടെയാണ്? സതീശൻ്റെ. സതീശൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോൾ സതീശൻ്റെ ഒരു നോമിനി എല്ലാ വകുപ്പിലും ഉണ്ടാവും. അയാൾ ഫയൽ നോക്കും, അയാൾ തീരുമാനിക്കും. നോക്കൂ, കേൾക്കുമ്പോൾ നല്ലതാണ്. ഇനി തിരുവനന്തപുരത്ത് അല്ല, ധനകാര്യ മന്ത്രിയുടെ അടുത്തൊക്കെ എല്ലാ ഫയലും പോകണ്ട, ഇവിടെ തന്നെ തീരുമാനിക്കാമല്ലോ, ഇത് തോന്നും. അങ്ങനെയല്ല. ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി അറിയാതെ ഇനി ഒരു വകുപ്പിലും ഒരു ഫയലും അനങ്ങില്ല, ഒരു ഈച്ചയും അനങ്ങില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ വകുപ്പ് മന്ത്രിമാരെയും പിടിച്ച് കെട്ടി അതിനുവേണ്ടി ഒരു ചാരനെ വെച്ചിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസ് സങ്കല്പിച്ച് നോക്കൂ. കുഞ്ഞാലിക്കുട്ടിയുടെ ഓഫീസിൽ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചർച്ച, തീരുമാനമെടുക്കാനുള്ള കാര്യങ്ങൾ നീങ്ങുന്നു. അതിനകത്ത് വ്യക്തിപരമായി കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിപരമായി കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിക്കോ താല്പര്യമുള്ള ഒരു ഡീലാണ് നടക്കുന്നതെന്നിരിക്കട്ടെ. സതീശൻ അറിയാതെ ലീഗിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെ പണക്കാട്ടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പിൽ ഒരു തീരുമാനം എടുക്കുന്നു. ഫയലുണ്ടാവുമല്ലോ. ആ ഫയല്, പക്ഷേ ആ ഫയലിനെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ അബോർട്ട് ചെയ്യാൻ പറ്റും, അവിടെ ധനകാര്യ വകുപ്പിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ. സതീശൻ്റെ ആൾ കണ്ടിട്ടേ ഇത് പോവുള്ളൂ.
എന്തു തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫയൽ അവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നേരെ സതീശൻ്റെ വിളി പോകും, CMൻ്റെ വിളി പോകും. ഇവിടെ ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഉടക്കാം, വേണമെങ്കിൽ പങ്കുപറ്റാം, വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം മുഖ്യമന്ത്രിക്ക്. ഇത് കേരളത്തിൽ പിണറായി വിജയൻ തൻ്റെ അധികാരം കൊണ്ട് നടപ്പാക്കിയിരുന്നു, തൻ്റെ ശാസനാശേഷി കൊണ്ട് നടപ്പാക്കിയിരുന്നു. സതീശൻ അത് ഔദ്യോഗികമായി നടപ്പാക്കുകയാണ്. എന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേരും പറയുന്നു. ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന തരത്തിലാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇന്ദിര അറിയാതെ ഒരീച്ച പോലും പറക്കില്ല, ഒരു ഇളങ്കാറ്റ് പോലും ഒരു സർക്കാർ വകുപ്പിലും മൂളിപ്പോവില്ലായിരുന്നു, മൂളിപ്പറന്നു പോവില്ലായിരുന്നു. ആ അവസ്ഥ, വിപ്ലവകരമായ അവസ്ഥ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സതീശൻ കൃത്യമായി കരുക്കൾ നീക്കിയിരിക്കുന്നു. ഞാൻ വെറും ഒരു മുഖ്യമന്ത്രിയല്ല, ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഔദാര്യത്താൽ ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളല്ല. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതുപോലെ ഞാനാണ് ഈ സംസ്ഥാനത്തെ ഭരണാധികാരി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാനത് വളരെ ശരിയാണെന്ന് പറയും. കാരണം ഇതൊരു ഘടകകക്ഷി മന്ത്രിസഭയാണ്. ഘടകകക്ഷിയിലെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല താല്പര്യങ്ങളുണ്ടാവാം. ലീഗിൻ്റെയൊക്കെ താല്പര്യങ്ങൾ എന്താണ്? മതമാണ് 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 എന്ന് പറയുന്ന ആൾ മന്ത്രിയാണ്. 10 വർഷം ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മന്ത്രിയായിരിക്കുന്നതെന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി താല്പര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ ഉള്ള ഘടകകക്ഷിയുടെ മന്ത്രിമാർ ഉള്ളിടത്ത് അവരൊക്കെ അവരുടെ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, മത താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പഴി കേൾക്കുന്നത്, ആക്രമിക്കപ്പെടുന്നത് താൻ കൂടിയാണ് എന്ന് സതീശന് ഉറപ്പുണ്ട്. അതുകൊണ്ട് സതീശന് കാര്യങ്ങൾ അറിയണം. അതുകൊണ്ട് എല്ലാ വകുപ്പിലും സതീശൻ ഒരു ചാരണ വെച്ചു. എന്താ കുഴപ്പം? മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തിന്, മുഖ്യമന്ത്രിയുടെ പ്ലഷറുള്ള കാലത്തോളം മാത്രമേ മന്ത്രിമാർക്ക് തുടരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സതീശനെ കയറി അങ്ങ് ഭരിച്ചു കളയാം. VD സതീശൻ താരതമ്യേന അനുഭവജ്ഞാനം കുറവുള്ള ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ മുഖ്യമന്ത്രിയായി. അതുകൊണ്ട് ഭരണപരിചയമൊക്കെ കുറവാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് തോന്നും ഞാൻ എത്ര പ്രാവശ്യം കേരളത്തിൽ മന്ത്രിയായിരിക്കുന്നു, പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഭരിച്ച എൻ്റെ അനുഭവജ്ഞാനം സതീശനുണ്ടോ, പയ്യൻ എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒന്ന് തോന്നിയാൽ അതങ്ങ് കയ്യിൽ വെച്ചേക്ക് എന്ന് പറയുന്ന തരത്തിലേക്കാണ് സതീശൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് സതീശൻ നടത്തിയിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. മനോരമ ഈ കൊടുത്തിരിക്കുന്ന വാർത്ത എന്താണെന്ന് അറിയുമോ? ഒന്നാം പുറത്ത് മനോരമയുടെ വാർത്തയുണ്ട്, മനോരമയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഒന്നാം പുറത്ത് കൊടുത്തത്. സതീശനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സതീശൻ്റെ ബജറ്റ് വരാൻ പോവാണ്. ഏതാണ്ട് 10,000 കോടി രൂപ മാത്രമേ സതീശൻ്റെ ഖജനാവിൽ ബാക്കിയുള്ളൂ. ഈ സർക്കാരിനെ അടുത്ത 5 വർഷക്കാലം നയിക്കണം. ധനകാര്യമന്ത്രിയാണ്, പണം വേണം. അപ്പോൾ ഓരോ വകുപ്പുകളിലും ദുർച്ചെലവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അറിയണം. അത് ഇവരാരും പറഞ്ഞിട്ട് അറിയത്തില്ലല്ലോ. തൻ്റെ ഒരാളവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. എനിക്ക് തോന്നുന്നു ഒന്നാം തരം തീരുമാനം, ഏറ്റവും മികച്ച തീരുമാനം, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ഔദ്യോഗികമായി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത തീരുമാനമാണ്. ഒരു സാമ്പത്തിക വകുപ്പിൻ്റെ ഒരു പ്രതിനിധി എല്ലാ മന്ത്രിമാരുടെ വകുപ്പുകളിലും ഉണ്ടാവുക എന്നുള്ളത് ഒരു ഫിനാൻഷ്യൽ അച്ചടക്കം കൊണ്ടുവരുവാൻ ഏറ്റവും നല്ലതാണ്, വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ അധികാരം ഉറപ്പിക്കാൻ സതീശന് കഴിയുകയും ചെയ്യും. സതീശൻ കളിക്കുന്ന കളികൾ നിസ്സാര കളിയൊന്നും അല്ല. ഇത്രയും 1 മാസം കൊണ്ട് സതീശൻ തെളിയിച്ചു കഴിഞ്ഞു. സതീശൻ 5 വർഷത്തേക്ക് മുഖ്യമന്ത്രിയാകാൻ വന്ന ആളല്ല. പിണറായി വിജയനെ പോലെ പറ്റുമെങ്കിൽ അടുത്ത ഒരു ടേമും കൂടി ഇരുന്നിട്ട് വേണം ഇറങ്ങാനെന്ന് സതീശൻ തീരുമാനിച്ചിട്ടുണ്ട്. സതീശൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് 1 മാസത്തിനുള്ളിൽ തെളിയിച്ചു. മാത്രമല്ല തൻ്റെ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സന്ദർഭങ്ങളും ഉപയോഗിക്കുമെന്നും തീരുമാനിച്ചു. അതാണ് എസ്കോർട്ടും പൈലറ്റും മാത്രം മതി, 40 വാഹനങ്ങൾ വേണ്ട, ആംബുലൻസ് വേണ്ട, ഫയർ എഞ്ചിൻ വേണ്ട എന്നറിയുന്നത്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ പോകുമ്പോൾ ഫയർ എഞ്ചിൻ പോകുന്നത് എന്തിനാണ് കൂടെയാണ്, എന്ത് കാര്യത്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ ഈ പോകുന്ന വഴിക്കൊക്കെ ആംബുലൻസ് എന്തിനാണ് കൂടെ പോകുന്നത്? എന്ത് പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രോട്ടോക്കോളിൻ്റെ ബ്ലൂ ബുക്കിൽ പറയുന്ന പ്രോട്ടോക്കോളുണ്ട്. ഇപ്പോൾ ഇത് പിണറായി വിജയന് വേണ്ടിയിട്ട് മാത്രമായി ബ്ലൂ ബുക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലൂ ബുക്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ എങ്ങനെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ എന്തൊരു കഷ്ടമാണെന്നറിയോ? വിജയ് പോകുന്നു, അതിൻ്റെ കൂടെ വരുന്ന ആൾക്ക് ബ്ലാക്ക് കാറ്റ്, കറുത്ത വാഹനമൊക്കെയാണ്. പ്രധാനമന്ത്രിക്ക് കറുത്ത വണ്ടിയാണല്ലോ, അതുകൊണ്ട് കറുത്ത വണ്ടിയിൽ പോകാമെന്ന് സ്റ്റാലിൻ തീരുമാനിച്ചിട്ട് കറുത്ത വണ്ടി ഉണ്ടാക്കിയ അത് മഴയത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിൽ വിജയ് പോയിട്ടൊരു വാള് കൊടുത്തു.
അകമ്പടി വാഹനങ്ങൾ പോകുന്നു, അതിൽ തൂങ്ങിക്കിടക്കുകയാണ് കറുത്ത വേഷം ധരിച്ച പാവപ്പെട്ട പോലീസുകാർ മഴയത്ത് തൂങ്ങിക്കിടക്കുകയാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം അത് തെറ്റല്ലേ? പ്രധാനമന്ത്രി പോകുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ സൈഡിൽ ഫുഡ് റെസ്റ്റ് ഉണ്ടാക്കിയിട്ട് കമാൻഡോകൾ തൂങ്ങിക്കിടക്കുന്നില്ല. മഴയത്ത് ഈ പാവങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. എന്തായാലും കേരളത്തിൽ അത്രയൊന്നും ആയിട്ടില്ല. പക്ഷേ പിണറായി വിജയൻ കാണിച്ച ഈ സാഹസമൊന്നും കാണിക്കാതെ കേരളത്തിൽ സഞ്ചരിക്കാൻ പറ്റും എന്ന് തെളിയിച്ചത് വഴി സതീശൻ തൻ്റെ ഇമേജ് ഉയർത്തി. സതീശൻ തൻ്റെ വെള്ളക്കുപ്പായത്തിൽ അഴുക്ക് പുരളാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളല്ല, ഞാനാണ് മുഖ്യമന്ത്രി, ഇവിടെ ആരും സൂപ്പർ മുഖ്യമന്ത്രി ചമയാൻ ശ്രമിക്കണ്ട എന്ന് ഉറക്കെ പറയുകയും അതോടൊപ്പം തന്നെ ഓരോ വകുപ്പിലും എന്തു നടക്കുന്നു എന്ന് തനിക്ക് അപ്പോഴപ്പോഴറിയാൻ തൻ്റെ ഒരാൾ എല്ലാ വകുപ്പിലും ഉണ്ടാവട്ടെ എന്ന തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള ഈ പദവി എന്നതിന് ഒരു തർക്കവുമില്ല. മറ്റേ സിനിമയുണ്ടല്ലോ, മറ്റേ റോക്കി ബായിയുടെ സിനിമ, അതിനകത്ത് പറയുന്നില്ലേ, മുട്ടാൻ നിൽക്കരുത് അയാൾ വേറെ ആളാണ് എന്നൊക്കെ മറ്റേ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. അതുപോലെ സതീശൻ ഒരു റോക്കി ബായ് സ്റ്റൈലിലേക്ക് മാറുകയാണ്. നല്ലതാണ്. അധികാരം തലയ്ക്ക് പിടിക്കാതിരുന്നാൽ അത്രത്തോളം നല്ലതാണ്. ഏതായാലും സതീശൻ്റെ നീക്കങ്ങൾ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ടാവും. കേരളം നന്നാവട്ടെ, കേരളത്തെ നന്നാക്കാൻ സതീശന് കഴിയട്ടെ. എപ്പോൾ അത് പെശകുന്നോ അപ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങേക്കെതിരെ വർത്തമാനം പറയാൻ ഞങ്ങളും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ട്രാക്ക് ശരിയാണ്. പ്രിയമുള്ളവരെ, പറയുമ്പോൾ എല്ലാ കാര്യവും പറയണമല്ലോ. സതീശൻ നല്ലത് ചെയ്താൽ സതീശൻ ചെയ്തത് നല്ലതാണെന്ന് കൂടി പറയണം എന്നാണ് നമ്മുടെ ഒരു രീതി. പ്രത്യേകിച്ച് തൻ്റെ വകുപ്പിൽ, തൻ്റെ മന്ത്രിസഭയിലുള്ള വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ തനിക്കറിയണം എന്നൊരു മുഖ്യമന്ത്രി ശടിച്ചാൽ കുറ്റം പറയാനും പറ്റില്ല. ഏതായാലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിർഭയം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന് ചെയ്യണേ.